കണ്ണിനുള്ളിലെ ഈ അസ്വസ്ഥത വെറുമൊരു അലർജിയാണെന്ന് കരുതി തള്ളിക്കളയരുത്. കാഴ്ച നഷ്ടപ്പെടുന്നതിനു മുൻപ് ഈയൊരു തുള്ളിമരുന്നിന് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമോ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സ്ക്രീനുകൾക്ക് മുന്നിലാണ്. ഫോൺ, ലാപ്ടോപ്പ്, ടിവി. നമ്മുടെ കണ്ണുകൾക്ക് വിശ്രമമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണു നീറുന്നു, ഇടയ്ക്കിടെ കണ്ണ് തടവണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ മണൽത്തരികൾ പോയതുപോലുള്ള ഒരു ഫീലിംഗ്. സൂക്ഷിക്കുക, ഇത് ഡ്രൈ ഐ സിൻഡ്രോമിന്റെ തുടക്കമാണ്. കണ്ണിനുള്ളിലെ സ്വാഭാവിക ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഉണങ്ങിപ്പോകുന്നു. ഇത് ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ കണ്ണിന്റെ കോർണിയയെ ബാധിക്കുകയും കാഴ്ച മങ്ങുകയും ചെയ്യും. ഭയം തോന്നുന്നുണ്ടോ? ഉണ്ടാവണം. കാരണം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അവയവത്തെയാണ് നിങ്ങൾ അവഗണിക്കുന്നത്. ഇവിടെയാണ് ലൂബ്രെക്സ് ഐ ഡ്രോപ്സ് കടന്നുവരുന്നത്. ഇതിലെ പ്രധാന ഘടകം കാർബോക്സി മെഥിൽ സെല്ലുലോസ് CMC ആണ്. ലളിതമായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കണ്ണിന് നൽകുന്ന ഒരു ലൂബ്രിക്കന്റാണ്. നമ്മുടെ കണ്ണ് സ്വാഭാവികമായി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ സ്ക്രീൻ നോക്കിയിരിക്കുമ്പോഴോ AC-യിലിരിക്കുമ്പോഴോ ഈ പ്രക്രിയ തടസ്സപ്പെടുന്നു. ലൂബ്രെക്സ് ഒരു ആർട്ടിഫിഷ്യൽ ടിയറായി പ്രവർത്തിച്ച് നിങ്ങളുടെ കണ്ണിനെ നനവുള്ളതാക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, പിന്നെന്താ, സവോള അരിഞ്ഞാൽ മതിയല്ലോ കണ്ണ് നനയാനെന്ന്. സുഹൃത്തുക്കളെ, സവോളയുടെ നീരും ഈ മെഡിക്കേറ്റഡ് ഡ്രോപ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അനാവശ്യ പരീക്ഷണങ്ങൾ നടത്തി കണ്ണ് കളയരുത് കേട്ടോ. എങ്ങനെ ഉപയോഗിക്കണം? 1. കൈകൾ വൃത്തിയാക്കുക. അണുബാധ ഒഴിവാക്കാൻ ഇത് നിർബന്ധമാണ്. 2. ടിപ്പ് തൊടരുത്. ഡ്രോപ്പറിന്റെ അറ്റത്ത് വിരലുകൾ കൊണ്ട് തൊടരുത്. 3. കണ്ണ് താഴേക്ക് വലിക്കുക. താഴത്തെ കൺപോള പതുക്കെ വലിച്ച ശേഷം ഒരു തുള്ളി ഒഴിക്കുക. 4. കണ്ണടയ്ക്കുക. 1 മുതൽ 2 വരെ മിനിറ്റ് കണ്ണ് അടച്ചുപിടിക്കുക. ജാഗ്രത. ആർക്കൊക്കെ ഉപയോഗിക്കാം? എല്ലാവർക്കും ഇത് കണ്ണിലൊഴിക്കാമോ? പ്രത്യേകിച്ച് ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അല്ലെങ്കിൽ മറ്റ് കണ്ണ് രോഗങ്ങളുള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇതുപയോഗിക്കരുത്. പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ലൂബ്രെക്സ് ഒഴിക്കുന്നതിന് മുൻപ് അത് മാറ്റണം. ലൂബ്രെക്സ് ഒഴിച്ച് 15 മിനിറ്റിന് ശേഷം മാത്രമേ ലെൻസ് തിരികെ വയ്ക്കാവൂ. ഇല്ലെങ്കിൽ കാഴ്ചമങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ മൊബൈൽ നോക്കാറുണ്ട്? 2 മണിക്കൂർ? 8 മണിക്കൂർ? അതോ ഉറങ്ങുന്നതുവരെയാണോ? താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈമെന്ന്. CMC കാർബോക്സിമെഥിൽ സെല്ലുലോസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ കണ്ണിന്റെ ഉപരിതലം എപ്പോഴും നനവുള്ളതായിരിക്കണം. സാധാരണഗതിയിൽ കണ്ണുനീർ ഒരു ടീർ ഫിലിം കണ്ണിനെ പൊതിഞ്ഞു സൂക്ഷിക്കും. എന്നാൽ ഈ പാളിക്ക് ബലക്കുറവ് സംഭവിക്കുമ്പോൾ CMC ഒരു രക്ഷകനായി എത്തുന്നു. ഇത് കണ്ണിന്റെ ഉപരിതലത്തിലെ കോശങ്ങളുമായി ഒട്ടിപ്പിടിക്കുകയും മ്യൂക്കോ അദേഷൻ, അവിടെ ഒരു കൃത്രിമ ഈർപ്പത്തിന്റെ പാളി നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് വെറുമൊരു വെള്ളം പോലെയല്ല, മറിച്ച് നമ്മുടെ സ്വാഭാവിക കണ്ണുനീരിന്റെ അതേ കൊഴുപ്പും ഗുണവും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തവണ നിങ്ങൾ കണ്ണ് ചിമ്മുമ്പോഴും കണ്ണിന് നല്ല സുഖവും ലൂബ്രിക്കേഷൻ സംരക്ഷണവും ലഭിക്കുന്നു. ചുരുക്കത്തിൽ കണ്ണിന് ലഭിക്കുന്ന ഒരു ഹൈഡ്രേഷൻ തെറാപ്പിയാണിത്. 2. ഡ്രൈ ഐ വരാനുള്ള പ്രധാന കാരണങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണ് ഉണങ്ങിപ്പോകുന്നത്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ. നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ചിമ്മാൻ മറന്നുപോകുന്നു. സാധാരണ മിനിറ്റിൽ 15 മുതൽ 20 വരെ തവണ ചിമ്മേണ്ട കണ്ണ് സ്ക്രീൻ നോക്കുമ്പോൾ വെറും 5 തവണ മാത്രമാണ് ചിമ്മുന്നത്. ഇത് കണ്ണുനീർ വേഗത്തിൽ വറ്റിപ്പോകാൻ കാരണമാകുന്നു. 2. പ്രായക്കൂടുതൽ. പ്രായം കൂടുന്തോറും ശരീരത്തിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറയുന്നു. പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞവരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. 3. മരുന്നുകളുടെ ഉപയോഗം. BP, അലർജി, ഉറക്ക ഗുളികകൾ എന്നിവ സ്ഥിരമായി കഴിക്കുന്നവരിൽ പാർശ്വഫലമായി ഡ്രൈ ഐ വരാം. 4. അന്തരീക്ഷ മലിനീകരണം. പുക, പൊടി, കാറ്റ് എന്നിവ നേരിട്ട് കണ്ണിനെ ബാധിക്കുന്നത് കണ്ണിലെ ഈർപ്പം ഇല്ലാതാക്കുന്നു. 3. AC മുറികളിലെ താമസം കണ്ണുകളെ എങ്ങനെ ബാധിക്കുന്നു? ഇന്നത്തെ കാലത്ത് മിക്കവരും AC മുറികളിലോ ഓഫീസുകളിലോ ആണ് സമയം ചെലവഴിക്കുന്നത്. എയർ കണ്ടീഷണറുകൾ വായുവിലെ ഈർപ്പം, ഹ്യൂമിഡിറ്റി പൂർണ്ണമായും വലിച്ചെടുക്കുന്നു. വായു വല്ലാതെ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ കണ്ണിലെ കണ്ണുനീർ വളരെ വേഗത്തിൽ ബാഷ്പീകരിച്ചു ഇവാപ്പറേഷൻ പോകുന്നു. നിങ്ങളൊരു AC ഓഫീസിൽ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഇരട്ടി വേഗത്തിൽ ഉണങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വൈകുന്നേരമാകുമ്പോഴേക്കും കണ്ണിന് കടുത്ത ക്ഷീണവും മങ്ങലും അനുഭവപ്പെടുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഇടയ്ക്കിടെ കണ്ണ് കഴുകുന്നതും ലൂബ്രിക്കൻ ഡ്രോപ്സ് ഉപയോഗിക്കുന്നതും ഗുണകരമാണ്. ഗുണങ്ങളും ദോഷങ്ങളും. ദ റിയാലിറ്റി ചെക്ക്. ഗുണങ്ങൾ. കണ്ണ് നീറ്റൽ പെട്ടെന്ന് മാറുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസം. കണ്ണിന് തണുപ്പും സുഖവും നൽകുന്നു. ദോഷങ്ങൾ. സൈഡ് എഫക്ട്സ്. ചിലപ്പോൾ കണ്ണ് ചെറുതായി പുകച്ചിൽ അനുഭവപ്പെടാം, അല്ലെങ്കിൽ കാഴ്ച താൽക്കാലികമായി മങ്ങാം. ഇത് മാറുന്നില്ലെങ്കിൽ ഉടൻ ഡോക്ടറെ കാണണം. സുഹൃത്തുക്കളെ, കാഴ്ച എന്നത് ഒരിക്കൽ പോയാൽ തിരിച്ചുകിട്ടാൻ പ്രയാസമുള്ള ഒന്നാണ്. ലൂബ്രെക്സ് ഒരു മികച്ച മരുന്നാണ്, പക്ഷേ അത് നിങ്ങളുടെ അശ്രദ്ധയ്ക്കുള്ള ലൈസൻസ് അല്ല. കണ്ണ് വേദനയോ കാഴ്ചയ്ക്ക് മങ്ങലോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കാണുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ ലഭിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എന്റെ ഈ കൊച്ചുശ്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സൂപ്പർ താങ്ക്സ് ബട്ടൺ വഴി ചെറിയൊരു തുക സംഭാവന ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോ ചെറിയ സഹായവും കൂടുതൽ മികച്ച വീഡിയോകൾ നിർമ്മിക്കാൻ എനിക്ക് വലിയ പ്രചോദനമാകും.
ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യൂ. കാരണം അവരും ഒരുപക്ഷെ ഡ്രൈ ഐ മൂലം കഷ്ടപ്പെടുന്നുണ്ടാകാം. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.